ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ റൂമിലുള്ള 50 തിങ്സ് ആണ്. അതായത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 50 തിങ്സാണ് കാണിക്കുന്നത്. 3 കാറ്റഗറീസ് ആയിട്ടാണ് കാണിക്കാൻ പോണേ. മേടിച്ച സാധനങ്ങൾ, പിന്നെ ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങൾ, പിന്നെ ഞാൻ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോയാലോ? കമോൺ. ഇതാണ് എൻ്റെ റൂം. ഇവിടുത്തെ ഫസ്റ്റ് ഫേവറേറ്റ് സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബെഡാണ്. ഇത് ഉറപ്പായിട്ടും മേടിച്ചതായിരിക്കുമല്ലോ. പിന്നെ ഈ ബെഡിൻ്റെ പൊക്കത്ത് എൻ്റെ കുറച്ച് ചങ്ക് ഫ്രണ്ട്സുകളുണ്ട്. ഒന്നാമത്തെ ആളാണ് ഈ പോങ്കി. ഇവൻ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധനമാണ്. ഭയങ്കര രസമാണ്. ഇവൻ്റെ മൂക്കിലൊക്കെ നമുക്ക് വിരലിട്ട് കൊടുക്കാൻ പറ്റും ചുമ്മാ. പിന്നെയുള്ളത് ഈ ഒരു ഹണീബിയാണ്. ഇവൻ്റെ പേര് ഹണീന്ന് തന്നെയാണ്. ഇത് ഞാൻ ക്രോഷ്യ ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു ഹണീബിയാണ്. പിന്നെ അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെഡ്ഡി ബിയറാ. ഇവൻ്റെ പേര് ടെഡ് എന്നാ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇതെൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ഗിഫ്റ്റായിട്ട് പണ്ട് തന്നിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറേ സാധനങ്ങളൊക്കെ പഴയ സാധനങ്ങളാണ്. ഞാനെല്ലാം സൂക്ഷിച്ചു വയ്ക്കും. പിന്നെയുള്ള സാധനം ഈ പിങ്കിയാണ്. ഇവളെയും എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും മേടിച്ചു തന്നത്. ഇത് ഞാൻ വാശി പിടിച്ചിട്ട് എനിക്ക് മേടിച്ചു തന്നൊരു സാധനമാണ് ഈ പിങ്കി. പിന്നെ എനിക്ക് കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ. ഒരെണ്ണം മാത്രമേ ഞാൻ ഉണ്ടാക്കിയതല്ല, ഞാൻ പറയാം. ഇത് വൂഫി. ഇവന് ഞാൻ ഉണ്ടാക്കിയ സാധനമാണ്. ഇത് ഹാൻഡ് മെയ്ഡാണ്. ക്രോഷ്യ ത്രെഡ് വെച്ചിട്ട് നമ്മൾ അമ്മിക്കുരുമി എന്ന് പറയും. അതുപോലെ തന്നെ ഉണ്ടാക്കിയ സാധനമാണ് ഈ ബണ്ണി. ഞാൻ ബണ്ണി ലൈക്ക് ചെയ്യണേ. പിന്നെ ഈ ബണ്ണിക്കൊരു കൂട്ടുകാരിയും കൂടി ഉണ്ട്. അത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധനം. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന സാധനമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഫ്രണ്ട്സാണ്. അവരവിടെ പോയിരിക്കട്ടെ. പിന്നെയുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു പുരാതനമായിട്ടുള്ള ഈ ഒരു മരത്തിൻ്റെ ഒരു അലമാരിയാണ്. ഇതിൻ്റെ അകത്ത് പല കാലഘട്ടങ്ങളിലും പല സാധനങ്ങളായിരുന്നു നിറച്ചുകൊണ്ടിരുന്നത്. ഇപ്പം പ്രസൻ്റ്ലി ഇതിൻ്റെ അകത്ത് എൻ്റെ കുറച്ച് ബുക്സും പിന്നെ കുറച്ച് ബാഗ്സ് ഒക്കെയാണ് ഉള്ളത്. പിന്നെ ഇവിടുത്തെ എൻ്റെ ഫേവറേറ്റ് ബുക്കാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. ഇത് മിക്കവരും വായിച്ചിട്ടുണ്ടാവും. അടിപൊളി ബുക്കാണ്. പിന്നെയുള്ളത് ഈ ഒരു ഇക്കിഗായ് എന്ന് പറയുന്ന ബുക്കാണ്. ഇതൊരു സെൽഫ് മോട്ടിവേഷൻ ബുക്കാണ്. നല്ല രസമുണ്ടായിരുന്നു വായിക്കാനൊക്കെ. നല്ല നമ്മൾ മോട്ടിവേറ്റഡ് ആവും ഇത് വായിച്ചു കഴിഞ്ഞാൽ. പിന്നെ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ബുക്ക് മാർക്സ് വേണമല്ലോ. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ 3 ബുക്ക് മാർക്സ്. നെക്സ്റ്റ് ഐറ്റം ഈ ഒരു പെൻ സ്റ്റാൻഡാണ്. ഇത് പഴയ സെല്ലോ ടേപ്പിൻ്റെ റിങ്ങുകളും ക്ലേയും കൂടി വെച്ച് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. പിന്നെ ഈ ഒരു വെഷറി. ഇതിൻ്റെ അകത്ത് പണ്ട് ഹൈബീഡൻ്റെ ഫോട്ടോയായിരുന്നു. അതിനെ ഞാൻ പെയിൻ്റ് അടിച്ച് വെഷറിയാക്കി. ഇനി നമുക്ക് ഏറ്റവും താഴത്തെ സെക്ഷനിലേക്ക് പോവാം. ഇവിടെ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ബാഗുകളുണ്ട്. ഈ ഒരു ബാഗ് കണ്ടോ? ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബാഗ്. അതിൻ്റെ ഒപ്പം ഒരു കീ ചെയിനും കൂടി ഉണ്ട്. അതിനൊരു കിലുക്കിയാട്ടോ. പക്ഷേ കിലുക്കിയല്ല, ഒരു മണിയുണ്ട്. പിന്നെ ഇത് ഞെക്കുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ തെറിച്ച് വരും. നല്ല ക്യൂട്ട് സാധനമാണ്. പിന്നെയുള്ളത് ഈ ഒരു കെട്ട് ബാഗാണ്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. കൊറോണയുടെ സമയത്ത് എൻ്റെ ഒരു ഹോബിയായിരുന്നു മെക്രാമെ ത്രെഡ് മേടിച്ചിട്ട് ബാഗ് ഉണ്ടാക്കുക. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കലായിരുന്നു എൻ്റെ ഒരു ഹോബി. അപ്പം ആ സമയത്ത് ഉണ്ടാക്കിയ എൻ്റെ കുറേ ഇഷ്ടപ്പെട്ട കുറച്ച് ബാഗ്സാണ് ഇത്. ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോകുമ്പോൾ മാറ്റി ഇട്ടിട്ട് പോകും. നല്ല രസമല്ലേ? പിന്നെ ഈ ഒരു ബാഗ് ഒരു ജ്വല്ലറിന്ന് ഫ്രീ കിട്ടിയ ബാഗാണ്. അപ്പോൾ അതിനും ഞാനൊരു ഫ്രണ്ടിലൊരു പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് അതിനെ അടിപൊളിയാക്കി എടുത്തു. അപ്പോൾ ഈ പെയിൻറ്റിങ് ഞാൻ പിൻട്രസ്റ്റ് നോക്കിയിട്ട് വരച്ചതാണ്. ഇതൊക്കെ ഇഷ്ടമായോ എന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണേ. എൻ്റെ ഫാഷൻ ഷോ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഈ അലമാരിയുടെ മുകളിലാണ്. ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു സ്റ്റാർ ആണ്. അതൊരു LED സ്റ്റാർ ആണ്. പിന്നെ എനിക്ക് കുറച്ച് ഫേവറേറ്റ് ഫോട്ടോസ് ഉണ്ട്. ഇതെൻ്റെ ഞാനും എൻ്റെ ബോയ് ഫ്രണ്ടുമാണ്. പിന്നെ അടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമാണ്. ഇത് രണ്ടും എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ സാധനങ്ങളാണ്. എൻ്റെ ഓരോ ബർത്ത്ഡേക്കൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങളാണ്. പിന്നെ ഈ ഒരു ഡോള്, ഇവൾക്ക് പേരിട്ടിട്ടില്ല ഞാൻ. ഇവൾക്ക് പേരിടാൻ എനിക്ക് തോന്നിയിട്ടില്ല. ഇത് നമ്മൾ വിയറ്റ്നാമിൽ പോയപ്പോൾ മേടിച്ചതാണ്. പിന്നെ ഈ ഒരു ക്യാപ്പ് കണ്ടോ? ഒരു മുസ്ലിം ക്യാപ്പ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചതാ. ഇത് കസക്കിസ്ഥാനിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഈ ഒരു ക്യാപ്പും അവിടെ നിന്ന് തന്നെ മേടിച്ചതാ. ഇത് ഷീപ്പിന്റെ വൂള് കൊണ്ട് ഉണ്ടാക്കിയതാണ്. എവിടെ പോയാലും അവിടുത്തെ ട്രഡീഷണൽ ക്യാപ്പ് മേടിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഹോബിയാണ്. ഇത് വിയറ്റ്നാമിലുള്ള ഒരു ട്രഡീഷണൽ ക്യാപ്പാണ്. ഇങ്ങനെ വോൾ ഡെക്കറായിട്ടൊക്കെ വെക്കാം. അടുത്തത് എൻ്റെ ഫ്രണ്ട് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് തന്നൊരു സാധനമാണ്, ഒരു കളിപ്പാട്ടം. ഇത് നല്ല രസമാണ്. നമുക്ക് സ്ട്രെസ്സൊക്കെ ഉള്ളപ്പോൾ ചുമ്മാ ഓരോ ബോൾ ആ ബക്കറ്റിനകത്ത് ഇടുക, അതിങ്ങനെ ഉരുണ്ട് വരുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. അടുത്തത് ഈ ഒരു ക്യൂട്ട് വാട്ടർ ഡിസ്പെൻസറാണ്. ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് നമുക്ക് ഇതുപോലെ വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ കുടിക്കുക കേട്ടോ. ഇപ്പം ഞാൻ വെള്ളമൊന്നും വെച്ചിട്ടില്ല, ചുമ്മാ വെറുതെ വെച്ചേക്കാം ഷോയ്ക്ക്. പിന്നെ എന്നെ പോലെ തന്നെ ഒരു കണ്ണട വെച്ച ഒരു ആനക്കുട്ടിയെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങളാണ്. ഇവിടെ 2 ആൾക്കാർ തൂങ്ങിക്കിടപ്പുണ്ട്. ഇതിനെ നമുക്ക് മാഗ്നറ്റായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ തൂക്കിയിട്ട് ഉപയോഗിക്കാം. ഇപ്പം ഞാനൊരു ഫോട്ടോയുടെ അടിയിൽ ചുമ്മാ നൂല് കെട്ടി തൂക്കിയിട്ടേക്കുവാണ്. ഇത് നമ്മൾ മേടിച്ചതാട്ടോ. പിന്നെ ഈ ഒരു ഫോട്ടോ ഞാൻ വരച്ചിട്ടുള്ളതാണ്.
ഈ ഒരു ഫോട്ടോ ഞാൻ ആദ്യമായിട്ട് ക്യാൻവാസിൽ വരച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതെൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണ ഫോട്ടോയാണ്. ഇത് ഞാൻ ചിരട്ടയും കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റാൻഡാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. ഇപ്പം ഞാൻ കുറച്ച് ചില്ലറ പൈസയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈലോഫോൺ ഞാൻ മൂന്നാറിലും കണ്ടു പോയപ്പോൾ അവിടെ ഒരു കളിപ്പാട്ടൊക്കെ വിൽക്കണ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. നല്ല രസമാണ്. ഇടവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി കൊട്ടിക്കൊണ്ടിരിക്കാം. പിന്നെ ക്യാൻവാസിൽ തന്നെ വരച്ച ഒരു പടമാണ് ഈ ഒരു പൂച്ച. ഇത് ഞാൻ എൻ്റെ ബാത്റൂമിൽ വെക്കാന്ന് വെച്ചിട്ട് വരച്ചതാ. പിന്നെ വരച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ തന്നെ വെക്കാന്ന് വെച്ചു. അതിൻ്റെ ഒപ്പം തന്നെ വരച്ചൊരു പടമാണ് ഈ ഒരു ബാൽ ഹനുമാന്റെ ഫോട്ടോ. ഇത് ഞാൻ എൻ്റെ ടേബിളിന്റെ പൊക്കത്ത് തന്നെ വെച്ചേക്കുവാണ്. പിന്നെയുള്ളത് മിനിസോയിന്ന് മേടിച്ച ഈ ഒരു മോൺസ്റ്ററിന്റെ ഒരു തീമിലുള്ള ഒരു ഡസ്റ്റ്ബിൻ ആണ്. കണ്ടോ, ഈ മോൺസ്റ്റർ വായ തുറക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് വേസ്റ്റ് ഇട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് എൻ്റെ ടേബിളിൽ. ഇതും മേടിച്ചതാണ്. ഇതിനും എൻ്റെ പോലത്തെ തന്നെ ഒരു കണ്ണടയുണ്ട്. പിന്നെ ഈ ഒരു അലമാരിയുടെ സൈഡിൽ മൊത്തം കുറേ മാഗ്നറ്റ്സ് ആണുള്ളത്. ഇത് ഞാൻ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ മേടിച്ചിട്ട് വന്നതാ. സദ്യയുടെ പോലത്തെ ഉണ്ട്, അങ്ങനെ പല വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ അകത്ത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള 1-2 മാത്രം ഞാൻ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. എൻ്റെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അലമാരിയുടെ ഉള്ളിലും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പൈസ ഇല്ലാത്തൊരു പോസ്റ്റ് ഓഫീസ് കുടുക്കയുണ്ട്. പിന്നെ ഈ ഒരു ഷൂ ഉണ്ട്. ഇതെനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാന്ന് വേണമെങ്കിൽ പറയാം. നല്ല ക്യൂട്ടല്ലേ. പിന്നെ ഇത് ഒരു മാഗ്നറ്റ് തന്നെയാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ എടുത്ത് ഉള്ളിൽ വെച്ചതാ. പിന്നെയുള്ളത് ഈ ഒരു തവള. ഇത് നമ്മൾ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയതാട്ടോ. ഇവന്റെ പേര് ഫ്രോഗി എന്നാണേ. പിന്നെ ഇതും നമ്മൾ ക്ലേ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇവളുടെ പേര് ഡോളി. ഇതും ക്ലേ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഒരു മൂങ്ങ, ഇവന് പേരില്ല. എൻ്റെ അലമാരിയുടെ ഫ്രണ്ടിലായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ച മാഗ്നറ്റുകൾ കുറേ എണ്ണം ഉണ്ട്. ഇതൊക്കെ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ ഒരു സാധനം ഇത് ഞാൻ പണ്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ നമ്മുടെ 50 സാധനങ്ങളെല്ലാം കാണിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ബൈ.